കേരള സർക്കാർ ലഹരി വർജന മിഷൻ ഇടുക്കി ഡിവിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ വെച്ച് ഏകദിന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. കുട്ടികളിലെ വളർന്നുവരുന്ന ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കുക, ലഹരി ഉപയോഗം മൂലമുള്ള ദൂഷ്യവശങ്ങൾ കുട്ടികളിലേക്ക് ക്ലാസുകളിലൂടെ എത്തിക്കുക തുടങ്ങിയ ബോധവൽക്കരണ പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായി കേരള സർക്കാർ ലഹരി വർജന മിഷൻ ഇടുക്കി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ എക്സൈസ് വകുപ്പും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ചേർന്ന് നടത്തിയ ഏകദിന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ വെച്ച് സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒപ്പം SPC NSS വിദ്യാർത്ഥികളും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി അധ്യക്ഷയായിരുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥൻ D സതീഷ് കുമാർ യോഗത്തിന് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കോളേജിലെ പ്രിൻസിപ്പലിന്റെ മുന്നിൽ നിന്ന് ഒരു വിദ്യാർത്ഥി ആ പ്രിൻസിപ്പലിനെ തല്ലാൻ പോകുകയാണ്. എന്താണ് ഈ തരത്തിലുള്ള ഒരു കാര്യം? ആ കുട്ടി ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ആ കുട്ടിയെ വിളിച്ചു വരുത്തിയപ്പോൾ പ്രിൻസിപ്പലിനോട് വലിയ മോശമായിട്ട് അല്ലെങ്കിൽ തട്ടിക്കയറുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തൊരു കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? പ്രിൻസിപ്പൽ എന്തായാലും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ശ്രീരാമൻ, പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ NSS ഓഫീസർ പോൾ രാജ്, സ്കൂൾ കൗൺസിലർ അമ്പിളി PT, അർച്ചന മോഹൻ എന്നിവർ ബോധവൽക്കരണ പരിപാടിയിൽ സംസാരിച്ചു. തുടർന്ന് എക്സൈസ് വകുപ്പിന്റെ വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ദിജോ ദാസ് ബോധവൽക്കരണ പരിപാടി നയിച്ചു. വണ്ടിപ്പെരിയാർ എക്സൈസ് ഓഫീസിലെ ജീവനക്കാരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും കൂടാതെ അധ്യാപകരും കുട്ടികളും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.